ഹലോ ഗൈസ്, ഈ ഊള ലുക്കിൽ തുള്ളിച്ചാടി പോണത് എങ്ങടാന്നറിയോ? ഈ പോണത് മിസ്റ്റർ ആർത്തത്തിന്റെ വീട്ടിലേക്കാണ്. ഇത് ആർത്തത്തിന്റെ നെയ്ബറിന്റെ ഗാർഡനാ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഈ ഊള ലുക്ക് എന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കണ്ട. ഓക്കെ, ബൈ ദ വേ, നിങ്ങൾ മിസ്റ്റർ ആർത്തത്തിനെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ? നമുക്ക് ഇപ്പം മീറ്റ് ചെയ്യാം. ജസ്റ്റ് ഈ ഡോറും തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരും. വീട് കണ്ടിട്ട് ആരും ഞെട്ടണ്ട, ഒക്കെ പരന്നു എടുക്കുക കേട്ടോ. ഹായ്, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ പാർട്ടും കൂടെ വരാനുണ്ടെന്ന്. അത് ഇതാണ്. ഇവൻ രാവിലെ വിളിക്കണു, ഇന്ന് ബർത്ത്ഡേ അല്ലേ, നമുക്കൊരു കേക്ക് ട്രൈ ചെയ്യാം, ഞാൻ കേക്കായിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ പിന്നെ നിങ്ങൾ പോയതിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആയിരിക്കണത് സ്റ്റീലിന്റെ പ്ലേറ്റ്. ആ പ്ലേറ്റ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അവന്റെ കയ്യിൽ ഇത്ര വലിയൊരു പ്ലേറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങളൊരു വലിയ പ്ലേറ്റ് ആയിട്ട് വരുമോ ചോദിച്ചു. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് അവന്റെ കയ്യിലുള്ളതും നമ്മുടെ കയ്യിലുള്ള പ്ലേറ്റും. അവന്റെ കയ്യിൽ പരത്താനോ ഒന്നിനുള്ള ഒരു സാധനമില്ല. അതുകൊണ്ട് അതൊന്നും സർക്കിൾ അല്ല, എല്ലാം സർക്കിൾ ആവണം, എന്നാലേ കേക്കിന് ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവന്റെ വാദം. പക്ഷെ നമുക്ക് തിന്നാൻ കിട്ടിയാൽ മതിയല്ലോ. ഇപ്പം നിങ്ങളൊരു ഫ്രെയിം കണ്ടില്ലേ? ആ ഫ്രെയിമിന് ഓൾമോസ്റ്റ് ഒരു 100 ഇയേഴ്സിന്റെ പഴക്കമുണ്ട് എന്നാണ് അത് തന്ന ആള് ആർത്തമിനോട് പറഞ്ഞത്. അതായത് ആ വീട്ടിൽ മുന്നേ താമസിച്ചിരുന്നവര് വീട് വിട്ട് പോകുമ്പോൾ ആർത്തമിന് കൊടുത്തതാണത്. ഇനിയിപ്പോൾ അവർ നമ്മളെ പറ്റിച്ചതാണോ അതോ ഇനി ഒറിജിനലാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ല ഫ്രെയിമാണ്, നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട്. അവൻ ഫിറ്റ് ചെയ്തിട്ടില്ലേ അതവിടെ. അങ്ങനെ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. ഇപ്പോൾ ഈ കണ്ടത് നമ്മൾ നേരത്തെ കണ്ട അതേ ഗാർഡൻ തന്നെ. പിന്നെ ഇത് അവൻ പുതുതായിട്ടൊരു വാക്യൂം ക്ലീനർ, ഒരു കുഞ്ഞു സാധനം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരിക. ഈ കേക്ക് ശരിക്കും നമ്മളൊരു ഇത്തിരി നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. പക്ഷേ ഞാനിപ്പോൾ തോണ്ടി കഴിക്കണില്ലേ, അങ്ങനെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായത്. ഭയങ്കര ക്രിസ്പി ആയിട്ട് കഴിക്കാം. മറ്റേതാകുമ്പോൾ ഒന്നിങ്ങനെ കുഴയും. നമ്മുടെയൊക്കെ അവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകില്ലേ, അതേമാതിരി അവൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടിട്ട്. നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ ആ നടത്തം കാണാൻ. Fruit cake. Very good one. അപ്പൊ നമുക്ക് മാത്രമല്ല അവന് നന്നായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആ കേക്ക്. അത് രാവിലത്തെ ബാക്കി കേക്ക്. പിന്നെ ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് അപ്പം തന്നെ കഴിച്ചു. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ കേക്കിൽ ഒരുപാട് ബട്ടർ ചേർത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മടുക്കും. പിന്നെ അവൻ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ കിച്ചണും വീടും ഒക്കെ ആകെ ഡേർട്ടി ആക്കി എടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയുകയാണെങ്കിൽ അവൻ മുന്നേ അത് വൃത്തിയാക്കിയിട്ട് ഇതിന് നിൽക്കുമായിരുന്നു അവൻ പറഞ്ഞു. പിന്നെ ആരും പോവല്ലേ, ഈ കേക്കിന്റെ റെസിപ്പി യൂട്യൂബിലുണ്ട്, അത് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം കേട്ടോ.